എല്ലാവർക്കും അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾക്കും കുറേ യാത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ ഇപ്പോൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേദർ കന്ദ ട്രക്കിംഗ് ആണ്. ഈ പറഞ്ഞ വ്ളോഗും കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടായിരിക്കും. സോ ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആവും. ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും പറ്റുള്ളൂ. സോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. ട്രെയിൻ യാത്ര പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഓരോരോ യാത്ര. സോ ഈ ട്രെയിൻ യാത്ര വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ യാത്രയാണ്. ലാസ്റ്റായി ചെയ്ത ഈ ഒരു ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോയിലേക്ക് പോകാം. ബൈ. അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോകൾ എല്ലാതും തുടങ്ങിയിട്ടില്ലായിരുന്നു. സോ അപ്പോൾ ഇതാണ് തുടക്കം. സോ നമ്മൾ ഡൽഹിയിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് മൊത്തം. സോ അതന്നെ പറയാനുള്ളത് തന്നെ, നമ്മൾ വ്ളോഗിൻ്റെ ഒരു എൻഡിൻ്റെ പകുതിയിലാണ്. സോ നമുക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ജീവിതവും ഒരേപോലെയല്ല. സോ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവർക്കും ഓരോ ലൈഫ് സ്റ്റൈലാണ്. സോ അതന്നെ പറയാനുള്ളത് തന്നെ, എല്ലാവരും സന്തോഷമായി ജീവിക്കുക. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. സോ ഇതുതന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ഈ 2 ദിവസങ്ങൾ നമ്മോടൊപ്പം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച സ്റ്റുഡൻസ് ഇവരൊക്കെയാണ്. സോ ഇവർ ആ കുട്ടീനോട് സംസാരിക്കുന്ന കാഴ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എത്രയധികം ഹാപ്പിയാണെന്ന് നിങ്ങൾക്കറിയാമോ. സോ ഇത് വിടൂ. ഇപ്പോൾ നമുക്ക് ഇനി വേറൊന്നിലേക്ക് പറയുകയാണെങ്കിൽ ഈ ബോഗിയിൽ നമുക്ക് വന്നിട്ട് കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ അപ്ലൈ കണ്ടിട്ടുണ്ടാകും, ഒരാൾ നെളിഞ്ഞ ഒരാളുണ്ട്. ഓക്കെ, അയാൾ ഇന്ത്യൻ ആർമിയിലാണ് ഉള്ളത്. സോ മൂപ്പര് പഞ്ചാബി സോങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ അവരുടെ ഒപ്പം ഡാൻസ് കളിച്ചു. ഓക്കെ, അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ഇടാൻ പറ്റിയില്ല. സോ എന്താ വെച്ചാൽ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഷോർട്ട് വീഡിയോസ് കാണാനാണ് താല്പര്യമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് വലിയ നീളമുള്ള വ്ളോഗൊന്നും ഇടാറില്ല. സോ ഇത് വലിയൊരു വ്ളോഗായിരുന്നു, ഒരു 45 മിനിറ്റൊക്കെ പോണ വീഡിയോ ആയിരുന്നു. സോ അതന്നെ സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടും എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും 13 മിനിറ്റിൽ നമ്മളിത് ക്ലോസ് ചെയ്തു. സോ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡ് ബോറായിരുന്നു. ചോറ് കിട്ടുമെന്ന് കരുതി റാഫി ഓർഡർ ചെയ്തതാണ്, കിട്ടിയത് പുലാവ്. സോ അതന്നെ. അപ്പോൾ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങാത്തതാണ് നല്ലത്. എന്ത് പറയാനാണ്, ഫുഡ് കാര്യമില്ല ബ്രോ, എന്തൊക്കെയോ ഒരു അപാകത. പിന്നെ വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കഴിക്കുകയായിരുന്നു. ചൂടുണ്ടായിരുന്നു. സോ ചൂടുള്ളതുകൊണ്ട്
വിഷന്നതുകൊണ്ടും നല്ല ടേസ്റ്റായിരുന്നു. ഈ എന്താണ് പറയുക, സോ ഇത് ഐഡിയ എന്നത് ഈ പറഞ്ഞ കോളേജ് ഇവൻ നല്ല കൊള്ളാന്നൊക്കെ പറയണ്ടേ. പക്ഷേ ഇത് ചൂട് ചൂട് തീർന്നു വെച്ചാൽ എന്താ പറയുക, ഭയങ്കര സീനാണ്, കഴിക്കാൻ കൊള്ളൂല. പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നല്ല വൈബും ആയിരുന്നു, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. സോ അതുകൊണ്ട് തന്നെ പറയണത് എനിക്കിത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണെന്ന്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, റാഫിൻ്റെ ഹാപ്പിനെസ് ഒക്കെ കണ്ടോ. സോ ഫാബുലസ്. അപ്പോൾ ഈ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചങ്ങായി വന്നിട്ട് പറയുകയാണെങ്കിൽ അവനാണ് ശരിക്കും ടോപ്പ്. ഓക്കെ, അവിടെ എല്ലാവരെ കുറിച്ചും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അവനെക്കുറിച്ച് എന്ത് പറയാന്ന് വെച്ചാൽ അവനാണ് ഈ സോങ്സും കാര്യങ്ങളും എന്താ പറയുക പ്ലേ ചെയ്യുന്നതും, കൂട്ടത്തിൽ ഉഡായിപ്പും എന്താ പറയുക. പക്ഷേ ആർക്കും ആ ചങ്ങായിനെ അധികം പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അത്. എനിക്ക് ചങ്ങായിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും കൂടെയുള്ള എല്ലാവരും എൻ്റർടൈമിങ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ എന്താ പറയുക, സ്റ്റേഷനിൽ ഇറങ്ങി ഡാൻസ് കളിക്കുക. ഇതാണ് സീൻ. ഇത് അങ്ങനെ ചിരിച്ച് അവിടെ ചിരിച്ച് ചത്തുക്കണു. ഓക്കെ, എല്ലാ സ്റ്റേഷനത്തെ എല്ലാവരും നോക്കുക, ഓരോരുത്തർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക. റാഫിയൊക്കെ മറന്നു. റാഫി കാര്യങ്ങളൊക്കെ മറന്നു, ഫുള്ള് ഹാപ്പിനെസ്സിലാണ്. കണ്ടോ, എല്ലാവരും ഇറങ്ങി. അവിടെ നിൽക്കുന്ന അവരാണ് നമ്മുടെ ഇന്ത്യൻ ആർമി. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങൾ കളിക്കും മക്കളെ ഉള്ള ജാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേഷനിൽ മോട്ടറാക്കി ഇറക്കിച്ചത് അവരൊക്കെയാണ്. സോ ഞാൻ ബാക്കിൽ വീഡിയോയും കുത്തിപ്പിടിച്ച് നിന്നു. വേറെന്ത് പറയാനാ. പിന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിൽ സമയം പോയതേ അറിഞ്ഞില്ല. അതാണ് മെയിൻ ഒരു പ്ലസ് പോയിന്റ്. സോ അതാ മച്ചാൻ്റെ ബ്രദറാണ് ആ പ്ലെയിൻ അവിടെ ഇരുന്നത്. ഇത് എല്ലാവരും 2-3 പേര് ഇന്ത്യൻ ആർമിത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു. മൂപ്പരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ ഇരുന്ന ബ്രദറിനെ നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടാം. അവരുമായിട്ട് നമുക്ക് വലിയൊരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർ കുറേ ഹെൽപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിലായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ വ്ളോഗിൽ തന്നെ ആയിരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ടാവുക. സോ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ടോക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവൻ്റെ നിന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങോട്ടാ പോണ് എന്നൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇവൻ്റെ നിന്നാണ്. അപ്പോഴും അതേ മൂവ് ചെയ്ത് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടായിരുന്നു. സോ ഒന്ന് പറയുകയാണെങ്കിൽ ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ സീനായിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹി പോലെയുള്ള ഒരു സിറ്റിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ N90 മാസ്ക് വാങ്ങി അണിയിച്ചിരിക്കും. ഓക്കെ, മെയിനായിട്ട് അവർ ഡൽഹിത്തെ ആൾക്കാരാണ്. ആ 2 ട്വിങ്സ്, അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ ഫുൾ നെഗറ്റീവാണ് ഡൽഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. നിങ്ങൾ ഡൽഹിയിൽ ഇറങ്ങിയ പെട്ടു, അങ്ങനത്തെ മാസ്ക് ധരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റോപ്പ് ഡൽഹി എത്തുന്നതിന് മുമ്പാണ്. ഓക്കെ, ഐ തിങ്ക് അറിയില്ല, നിസാമുദ്ദീൻ്റെ ബാക്കിലുള്ളൊരു സ്റ്റേഷനായിരുന്നു. സോ ഇവരിപ്പോൾ എൻജോയ് ചെയ്യണം. ഓക്കെ, സോ നമ്മളും അതിനോടൊപ്പം നല്ല എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. വേറെന്ത് പറയാനാ, വൈബ് ആസ്വദിച്ച് ഫോണും നോക്കി എൻജോയ് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും മുഖഭാവങ്ങളെന്ന് കണ്ടറിയാം എത്രയും സന്തോഷത്തിലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റാഫിയൊക്കെ പറഞ്ഞു വെച്ചാൽ പിന്നെ ഭയങ്കര തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഞാൻ പറഞ്ഞില്ലേ,
എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ യാത്രയാണ് ഇത്. എന്താ പറയുമ്പോൾ അടിപൊളിയായിരുന്നു ഈ ട്രെയിൻ യാത്ര. സോ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസും കുറേ സംസാരവും കോമഡിയും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയണ ഇടയിലാണ് വീഡിയോസും കാര്യങ്ങളും എടുക്കുക. പിന്നെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിരിക്കുക, ഓരോരുത്തരനെ ഊക്കുക. അതിൻ്റെ ഇടയിലാണ് ഇവർ പോകുന്നത്. സോ പോകുന്ന ഇടയിൽ നമുക്ക് വന്നിട്ട് ചെറിയ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നിങ്ങൾക്ക് കണ്ട അറിയായിരിക്കും. സോ വേറെ എന്താ പറയാൻ, എല്ലാവരുടെ അടുത്തും ബായ് പറയാണ്. സോ ഓക്കെ, ചങ്ങായിക്ക് ഇപ്പോൾ കരയും എന്നുള്ള ഏർപ്പാടിലാണ്. സോറി. അതന്നെ ഇപ്പോൾ ഫുൾ നമ്മൾ ഡൽഹി ഇതാ ഈ പറഞ്ഞ ചെടികൾ എന്താണെന്ന് വെച്ചാൽ മസ്റ്റാർഡ് ചെടിയാണ്. മസ്റ്റാർഡ് ചെടി അറിയില്ലേ? ഓക്കെ, അപ്പോൾ അതിൽ സീഡ്സ് നിന്നാണ് മസ്കാഡ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നത്. സോ അതന്നെ ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ വലിയ കളി. ഒരു മണിക്കൂറാണ് നമുക്ക് ഈ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു ഒരു മണിക്കൂർ നമുക്ക് ഈ ചങ്ങായും ഇയാളുടെ ബ്രദറും പാടെ നമുക്ക് മെട്രോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് പോകേണ്ടതെന്ന് കാര്യങ്ങൾ. നമ്മൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ ഞാനും റാഫിയും ഇറങ്ങുന്നത്. അത് ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത്. സോ അവരാണ് നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതന്നെ പറഞ്ഞ അവരിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. സോ അതന്നെ അവർ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു, കുറേ ഫുഡും കാര്യങ്ങളും തന്നു. എന്തൊക്കെയോ സ്വീറ്റ്സ് അവൻ്റെ ബാഗിൽ, ഒരു കൊട്ട സ്വീറ്റ്സ്, ഒരു കൊട്ട സ്വീറ്റ്സ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ ഏകനിമിഷത്തിൽ സെക്കൻഡ്സുകളിൽ ഇത് എൻഡാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ ഡൽഹി ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറേ ഈ പറഞ്ഞ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കും റാഫിക്കും കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ.